ഈ മാങ്ങ ഒരു കുപ്പിയിലോ ഭരണിയിലോ ആക്കുക. കുപ്പിയിലാണ് ഞങ്ങളാക്കിയേക്കണത്. എന്നിട്ട് നിറച്ച് ഉപ്പിട്ട് വയ്ക്കുക അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിൽ ചൊറുക്കിയോ വെള്ളമോ ഒന്നുമില്ല. അപ്പോൾ ഈ മാങ്ങ കേടാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ വെള്ളം ആവണ വരെ കുറച്ച് ദിവസവും കുലുക്കി കൊടുക്കണം. ഇത് ഫെബ്രുവരി ഒടുവിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ മാങ്ങ ഈ നിലയ്ക്കായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ചെരിയാം. ഇതൊരു കൊല്ലം വരെയും സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇത് പഴക്കം എത്രയാവണ് അത്രയും അതിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി കുറച്ച് കടുക് ചൂടാക്കിയിട്ട് നൈസായിട്ട് ചൂടായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. കടുക് പൊടിച്ച് ചേർത്താലാണ് കടുമാങ്ങച്ചാറാവുള്ളൂ. അതൊക്കെ പൊടിച്ചെടുത്തു. ഇനി നമുക്ക് മുളക് പൊടി ഒരു 200 ഗ്രാം മുളക് പൊടി ചൂടാക്കിയെടുക്കുക. എണ്ണയില്ലാണ്ട് വേണം ചൂടാക്കിയെടുക്കാൻ. മുളക് പൊടി ചൂടാക്കിയെടുത്തു. കാശ്മീരി മുളക് പൊടി ഇതിന് ചേരില്ല. ഈ ചൂടാക്കിയ കടുക് അമ്മിയിൽ തിരഞ്ഞെടുക്കണം കേട്ടോ. നടുന്നുറങ്ങാനേ പാടുള്ളൂ. ഇപ്പം അത് തിരഞ്ഞ് അതിൻ്റെ നടുന്നുറങ്ങിയിട്ട് നമുക്കത് മുറത്തിലിട്ട് ചേറി വെടുപ്പാക്കി അതിൻ്റെ തോല് കളഞ്ഞെടുക്കണം. അപ്പോൾ കടുകിൻ്റെ പരിപ്പ് മാത്രം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാക്കി വെച്ച മുളക് പൊടി ഇതിലിടാം. അതുപോലെ തന്നെ ഉലുവപ്പൊടി അതാവശ്യത്തിനിടുക. കടുകിൻ്റെ പരിപ്പ് ആ തോല് പോയപ്പോൾ കണ്ട നല്ല ഭംഗി, അത് ഇട്ട് കൊടുക്കുക. കായം പൊടി ഇടുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് നമ്മൾ ഊറ്റി വെച്ച കടുമാങ്ങര വെള്ളം അതിലൊഴിച്ച് ഒന്ന് വീണ്ടും ഇളക്കി നോക്കി കട്ടി നോക്കുക. കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിക്കുക. ഇതിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കട്ടി കൂടുതലാണ്. ഇതിൻ്റെ മുകളിൽ എണ്ണ ചൂടാക്കി ഒഴിക്കും. അപ്പോൾ അതിലൊരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല കളർഫുള്ളായി കിട്ടും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അച്ചാറിന്. വേണ്ട നല്ല ഭംഗി. കുറച്ച് ചൊറുക്കൊഴിച്ച് കൊടുക്കുക. അത് പുളി വരുന്ന വരെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കണ്ട കടുക് മുകളിൽ നിൽക്കണ കാരണം നല്ല ഭംഗിയാണ് ഈ അച്ചാറിന്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ബൈ.